ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമില്ല. അപ്പോൾ ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. ഞാനും അതും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാം നമ്മൾ വരുന്നത്, പക്ഷേ അച്ഛനും അമ്മക്കും അറിയില്ല. അപ്പോൾ അതൊരു സർപ്രൈസ് വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്താവുന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പം 2:10 4:30 4:10 സെൻട്രലിൻ്റെ ട്രെയിന്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. അതുകൊണ്ട് ഹറിബറി ആയിരുന്നു. അതാണ് ഞാൻ മേലെ വന്നിട്ടൊക്കെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇറങ്ങാൻ വേണ്ടി നോക്കുവാണ്. നമ്മളിവിടുന്ന് 4:10 ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ നാളെ രാവിലെ 4:10 അവിടെ എത്തും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ എന്നാലും ബാക്കി വഴിയേ കാണിക്കാം. നമ്മളങ്ങനെ പെരിങ്ങലത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. തളർന്നു പോയി, നല്ല വെയിലായിപ്പം. അപ്പം നമ്മൾ വരുന്നത് ഉണ്ണീനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, വീട്ടിൽ ബാക്കി എല്ലാവർക്കും അറിയാം, അമ്മക്കച്ഛനൊക്കെ അറിയില്ല. അതുകൊണ്ട് ഉണ്ണിയാണ് രാവിലെ വിളിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. 4:15 വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുമോ ഇല്ലയോ ഒന്നും അറിയില്ല, അത് വേറെ കാര്യം. കുട്ടിയാടിന് അതും ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. ഭയങ്കര നമുക്ക് നല്ല വെയില. സമയം ഇപ്പം 2:25 കഴിഞ്ഞു. 2:30 ട്രെയിൻ ഉണ്ട് പറഞ്ഞു ഇവിടുന്ന്. പിന്നെ അത് അവിടെ എത്തുമ്പോഴത്തേക്ക് 3:30 ആവും മേ ബി. കറക്റ്റ് സമയത്ത് ട്രെയിൻ വന്നാ. അപ്പോൾ ഒരു വെയില. ഇപ്പം നല്ല ചൂട് തുടങ്ങുന്ന സമയം ഇത്. നമ്മൾ വളരെ നേരത്തെ ആയി പോയോന്നൊരു ഡൗട്ട്. അരമണിക്കൂർ മുന്നേ. ഹായ് ആദം. ആദ്യം ഉറങ്ങാൻ തന്നെ നമ്മൾ വന്ന ട്രെയിൻ. അതിന് ഉറക്കത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മൂഡ് ശരിയില്ല. ആവും മെട്രോ ഒക്കെ പോന്നേ. ഓക്കെ, ബായ്. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് മാറിപ്പോയി. എൻ്റെ വീഡിയോ ആദ്യമൊക്കെ കാണുന്നവർക്ക് അറിയാം, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ ഇങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ അടിപൊളിയായി, നന്നായിട്ട് റെനോവേഷൻ വർക്കൊക്കെ ചെയ്ത് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇവിടെ നിന്ന് സബ്വേ വഴി ഓപ്പോസിറ്റ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിൻറ്റേജ് ബസ്. ഇപ്പം നാട്ടിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു ന്യൂസിൽ. അപ്പം ചെന്നൈയിൽ കുറേ ആയിട്ടുണ്ട് ഇതിങ്ങനെ സർവീസ് നടത്തുന്നുണ്ട് ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ. അപ്പോൾ അതിൽ കയറണം എന്നാണ് ഇനി തിരിച്ചു വന്നിട്ട് കയറണം. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു, ഒരു 3:40 ആകുമ്പോൾ. അതുകൊണ്ട് ഇനി നേരത്തെ ട്രെയിനിൽ പോയി ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് സമയം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഇരുന്നു. അവിടെ പിന്നെ ചെറിയൊരു പാർക്ക് പോലെ സംഭവങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ടൈം പോകുന്നത് അങ്ങനെ അറിയില്ല. ഏകദേശം ഒരു 3:50-55 ആകുമ്പം എല്ലാം അങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ട്രെയിന് കയറാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ ബുക്ക് ചെയ്തത് കമ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ മുന്നിലുണ്ടാവും. അപ്പോൾ അത്രയും നടന്നു പോകണമല്ലോ എന്നുള്ളത് കൊണ്ട് അപ്പം തന്നെ എഴുന്നേറ്റ് വേഗം ട്രെയിൻ എവിടെയുള്ളതെന്ന് നോക്കി. 6ാമത്തെ ട്രാക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിന്. നമ്മളങ്ങനെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിന് നേരത്തെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഏതാ B2ൽ എത്തണം. ട്രെയിനിൽ കയറിയിട്ട് ഞാൻ വേഗം തന്നെ കുട്ടാട്ടം പോകുന്നതിന് മുമ്പേ വാഷ്റൂം പോയിട്ട് വരാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴത്തേനും നമ്മൾ ട്രെയിനിൽ കയറിയപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതേ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. എന്നാലും ഞാൻ അതിന് മുന്നേ വാഷ്റൂമിലൊക്കെ പോയി. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ വേഗം തന്നെ കുട്ടാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയപാടെ ആദ്യം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. നേരത്തെ വരുമ്പോഴേ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. കയറിയ പാടെ ഉറങ്ങിയിട്ട് പിന്നെ അവൻ എഴുന്നേക്കുന്നത് രാത്രി 8 മണിക്കാണ്. അതുവരെ നല്ല ഉറക്കമായിരുന്നു. ഒരാൾ ഉറക്കം കഴിഞ്ഞിട്ട് ഒരാൾ 4:30 കയറുമ്പോൾ ഉറങ്ങിയിട്ട് 9 മണി വരെ ഉറങ്ങി. അല്ല, 8 മണി വരെ ഉറങ്ങി. പിന്നെ ഏതാ കളി തുടങ്ങി. എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവൻ ഒരു 12 മണി 1 മണി വരെ ഇങ്ങനെ കളിച്ചു. പിന്നെ എപ്പോഴും അങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ കോഴിക്കോട് എത്തിയപ്പോഴാണ് പിന്നെ അവൻ എഴുന്നേക്കുന്നത്. സമയം കാണുന്നില്ലേ, 3:30. പുറത്ത് നല്ല മഴയാണ്. ട്രെയിനിൽ മഴ പെയ്യുന്നു. എങ്ങനെയുണ്ട്? നമ്മളിപ്പോൾ കോഴിക്കോടെത്തി. ഇവിടെ ആണെങ്കിൽ ഗംഭീര മഴയാണ്. നമ്മൾ ഒന്നുണ്ടെന്നറിയില്ല. അത് ചോദിക്കും. ബിസ്ക്കറ്റ് നമ്മളിപ്പോൾ വടകര എത്താനായി. സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ
പറയാന്ന് എന്നോട് എന്തോന്ന് അറിയില്ല. നമ്മളങ്ങനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഉണ്ണി മാമന് കുറച്ച് അങ്ങോട്ടാണ് ഉള്ളത്. തലശ്ശേരി എത്തി പറ. ഇനി കുറച്ചധികം കൂട്ടില്ല, കുറച്ചധികം കൂട്ടില്ല. ഇവന്റെ വിചാരം എന്നാ ഉണ്ണി നീ കൊച്ചിയിലുള്ളതെന്ന് ഇവന്റെ വിചാരം. എന്നിട്ട് എന്നോട് പറയാ, ഞാൻ പറഞ്ഞ മാമനിപ്പം പറയും ആഞ്ചോ ആഞ്ചോ ഉറക്കത്ത് ആഞ്ചോ ആഞ്ചോ. നീ നമ്മളെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ മൊഞ്ചു നോക്കറല്ല. എന്നാ മൊഞ്ച് രാവിലെ എണീച്ചു, കോഴിക്കോട് നിന്ന് എണീച്ചിനി, പിന്നെ ഉറങ്ങിയിട്ടൊന്നുമില്ല. നമ്മളെ വീടിന് മുമ്പിലത്തെ ഓറുണ്ടായിരുന്നു മയിലുള്ള, കുട്ടാറിൻ്റെ വീട്ടിന് മുമ്പിലുള്ള. അതുകൊണ്ട് ബാഗിലെടുത്ത് താഴെ വെച്ചാണ്. പാൻറ് കാത്തു കൊടുത്തിട്ടെ. നമ്മളെവിടെ പോന്നാതോ? അവിടെ ഇത് ഡിക്കിയിൽ വെക്കണടാ ഈ ബാഗുകളും പാത്രങ്ങളും. എന്നാലും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഭംഗി നോക്കേ. എവിടെ എത്തിപ്പോയി. ഹൈടെക്കായി ഹൈടെക്. കോഴിക്കോടൊക്കെ നല്ല മഴയായപ്പോൾ ഞാൻ വിചാരിച്ചു തലശ്ശേരി നല്ല മഴയായിരിക്കും. പക്ഷെ മഴയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് സമാധാനത്തിൽ പോകാൻ പറ്റി. നമ്മളെ റോഡൊക്കെ അടിപൊളിയാക്കിയോണ്ട് ഇപ്പം റോഡിലൂടെ പോകുമ്പോഴൊക്കെ എന്താ പറയണ്ട അറിയുന്ന പോലുമില്ല, നല്ല സ്മൂത്തായിട്ടൊക്കെ പോകുന്നുണ്ട്. നല്ല ഹൈടെക് റോഡും കാര്യങ്ങളൊക്കെയാണ്. കുറേ മാറിപ്പോയി സ്ഥലമൊക്കെ. മുടിയെല്ലാം കെട്ടി തരാൻ ലൈറ്റ് ഇട്ട് ഇറങ്ങണ്ടേ? നമ്മള് സർപ്രൈസ് തന്നല്ലേ. ഇത് താക്കോല് എടുത്തിട്ട് പോയതല്ലേ. ലൈറ്റ് ഇട്. എല്ലാം പെട്ടെന്നായിരുന്നു. ഓർത്ത് കുപ്പായ എടുത്ത് നിൽക്ക എന്നാ പറയുന്നത്. ഞാൻ ചോദിച്ചു മാമനോട് കുപ്പായ എടുത്തോ. ജേഴ്സി ജെ.സി.ബി ഓർത്തു. ജെ.സി.ബി കൊടുത്തു. കുട്ടനൊന്നുമില്ല. കുട്ടൻ വിഷുവിന്. ചെരുപ്പയ്ക്ക് എടാ ഇത് ഫുള്ള് സെറ്റപ്പേ മാറ്റിയില്ല. വീടിൻ്റെ ഒരു ഹോം ടൂർ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ. ഇതെന്നാ ഇത് ഏത് ഫോട്ടോ മാറ്റിട്ട് ഇത് വെച്ച് അതേതാ മാറ്റിയേ? തെണ്ടികൾ. സാരല്ല, ഞാനത് മാറ്റിയിട്ട് വേറെ ഫോട്ടോ ആക്കാന്ന് വിചാരിച്ചു. ആദുവിന്റെ ഫോട്ടോ വെച്ചിട്ട്. ഇതത്ര പോരാ. ഈ ഫോട്ടോ അത്ര പോരാ. ഇവിടെ വേറെ തന്നെ വെക്കടാ. അത് ഇടയിട്ട് തൂക്കിയിട്. ബാ കമാ. ജെ.സി.ബി കൊടുത്തു. ജെ.സി.ബി ആ ബിസ്ക്കറ്റ് എനിക്കും കളഞ്ഞിട്ടില്ല. എടാ ഫാൻ ഇട്ടാട്ടെ എന്തൊരു ചൂടാ. ഞാൻ വെച്ച് ഭയങ്കര തണുപ്പായിരിക്കും. ഈ എന്തിനാ ജേഴ്സിന്റെ തലയാണ് എപ്പോഴും പ്രശ്നം? ഇല്ല, ഈ ജേഴ്സിന്റെ തല എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുക. മറ്റേത് ഒട്ടും ഇടാൻ പറ്റുന്നുണ്ടായിട്ടില്ല. ഇവിടെ ജേഴ്സി പരിപാടിയോ? ഇന്നലെ ട്രെയിനിൽ കയറിയിട്ട് 4:30 കയറിയിട്ട് ഒറ്റ 8 മണി 8:30 വരെ എണീച്ചിട്ടാ. എന്നിട്ട്
അത് കഴിഞ്ഞിട്ട് എണീച്ച് ഇതാരാ ന്യൂവോ മിണ്ടാട്ടില്ലാത്ത ആയില്ല മോളെ നീ ഉറക്കിയെന്നെ കുട്ടിയെല്ലാം എടുത്ത് താഴെ വെച്ചാന്ന് അങ്ങനെ. ഓഹോ തീരുമാനം തന്നെ തീരുമാനം. മാമന്റെ റൂമിൽ പോയിട്ട് കിടത്തോ. മാമനായി മോനായി കാര്യം. മാമന് നാളെ പോണ്ട. സൂപ്പർ. പോയി പോയി ബോള് പോയി ബോള് പോയി ബോള് പോയി. ഇനി ഉറങ്ങാ ഉറങ്ങാ. ഗുഡ് നൈറ്റ് പറ മാമനോട്. ഗുഡ് നൈറ്റ് പറ. ഒങ്ങാ ഓക്കെ. കുപ്പായം വേണ്ടേ? ബോള് പോയില്ലേ? അടിച്ചടിച്ചിട്ടല്ലേ പോയിനി. ആരടിക്കാൻ പറഞ്ഞ അടിച്ചടിച്ചു പോയ? പിന്നുണ്ട്. ഓർത്ത് അപ്പുറത്തെ ഫോട്ടോയിലുള്ള അപ്പുറത്തെ ഫോട്ടോയിൽ അങ്ങ് ആടെ വെച്ച ഫോട്ടോയില് അപ്പുറത്തെ അങ്ങ് വെച്ച ഫോട്ടോയിൽ അത് ആടെ അങ്ങ് അങ്ങ് ഈടെ വെച്ച ഫോട്ടോയില് ഇങ്ങ് വാ കാണിച്ചു തരാം. ഇങ്ങ് വാ. ഈ ഫോട്ടോയിൽ ആരാ? ഈ ഫോട്ടോയില് അത് ആടെ ഫോട്ടോ അതാരാ? പാപ്പന്റെ പേരെന്നാ? പാപ്പന്റെ പേരെന്നാ? എന്നാ ഇപ്പൊ എടുക്കണ്ട പൊന്നെ, രാവിലെ എടുക്കാം നമുക്ക്. റെയിൽവേ സ്റ്റേഷൻ കൊണ്ടായി കൊടുക്കണ്ട്. മൂത്ത വിളിക്കുന്ന ശിവാനി എടുത്തു നീക്കി. ശിവാനി എടുത്തു നീക്കി. ആന്ന് പറ ആന്ന് പറ. ഓന്റെ ഉറക്കെല്ലാം കഴിഞ്ഞ് ട്രെയിനിന്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് കൊറേ സമയം നോക്കി കടന്നിട്ട് ഒന്നും ഉറക്കമൊന്നും വരുന്നില്ല. അതുകൊണ്ട് എണീച്ച് കളിക്കാൻ തുടങ്ങി. ഞാൻ കുറച്ച് സമയം ഇവൻ വൈകുന്നേരം നമ്മൾ 4:30 കേറുന്നേ. എന്നിട്ട് 8 മണി വരെ ഇവൻ ഉറങ്ങി. അത് കഴിഞ്ഞ് എണീച്ച് കുറെ കഴിഞ്ഞ് ഒരു 12-1 മണി വരെ ഇവൻ ഇറങ്ങി. അതിലിടക്ക് കുറച്ച് സമയം ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. ഉറക്കമൊന്നും ശരിയാവില്ല. ഇവനും കൂടി ഉണ്ടാകുമ്പോ ശരിയാവില്ല. ഒറ്റക്കല്ലേ ഉള്ളൂ. ഉറങ്ങാനും പറ്റൂലല്ലോ. അതാരാ വരുന്നേ? ഡാൻസ് എല്ലാം എന്തിനു ഡാൻസ്? ഞാൻ ഇന്നലെ ഫോട്ടോ കണ്ടു നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടെ. ഇതാരാ വന്നിനി? മിന്നു. വരൂന്ന് പറഞ്ഞു. ഓള് വൈകുന്നേരം ആവും തോന്നുന്നു. ഇതാരാ വന്നിനി? മുടിയെല്ലാം മുറിച്ചിട്ട് സൂപ്പർ ആയിനല്ല. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. അത് വന്നപാടാണ്ട് ആദ്യം വന്നേരം അങ്ങനെ തന്നെയാണോ? നമ്മള് സർപ്രൈസ് ആക്കിയല്ലേന്ന് പറ. ഇനി വിഷു കഴിഞ്ഞിട്ട് ശിവാനി എടുത്തു. ശിവാനി ഒരു ഉമ്മൻ തരുവാ. ഇതാരാ കാറ് വാങ്ങിച്ചാ അതിന്? ആരാ കാറ് വാങ്ങിച്ചേനു? ഒത്തു പോണ. ഓ നീ അതാരാ എടുക്കുക? മൂത്തേ നമ്മളിപ്പോ രാവിലെ പറയാണ്ട് വന്നിയാ. ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ണീനോട് പറഞ്ഞീന്. അമ്മമ്മ എടുത്തു. അമ്മമ്മ എവിടെ വരണ്ടേ? ഇല്ല ഓര് വിഷുവിനെ വരുള്ളൂ. അമ്മമ്മ എടുത്തു. ഇല്ല
അപ്പൊ നിങ്ങൾ കണ്ടിട്ട് ആ ഇല്ല ഇല്ല നേരെ ഇങ്ങ് വന്നിയാ ഇനിയിപ്പോ ഇതെല്ലാം തെയ്യെല്ലാം കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല? കണ്ടിച്ചപ്പോടെ ഉറങ്ങി. എന്നാ വെള്ളം ഇല്ല, വെള്ളം അമ്മാച്ചൻ എണീക്കണം, അമ്മാഞ്ഞ എണീക്കണം. വെള്ളം ഇല്ല, അതിലാക്കാൻ വേണ്ടി അമ്മാച്ചൻ എണീക്കണമെന്ന്. അമ്മാച്ചനെ വിളിച്ചിട്ടോ പോയിട്ട് അകത്തുനിന്ന് ഉറങ്ങുന്ന വിളിച്ചിട്ടോ പോയിട്ട് എണീക്കുന്ന പറ. ഞാൻ പോയിട്ട് വരട്ടോ കേട്ടോ. വരാം എല്ലാരും വരണോ? ഓക്കെ പോയിട്ട് വിളിച്ചിട്ട് വാ. ഇപ്പൊ എണീക്കും കേട്ടോ, വിചാരിച്ചു നിന്നോ. ഓന് ഓസിലെ വെള്ളം തുറക്കണം പോലും പൈപ്പില്. ഓ കാറ് വിറ്റത്താ ഉള്ളത്, കാർ അവളെ എടുത്ത് വെച്ചോളൂ. ആവുന്ന് എടുത്തു വെക്കുക. മിറ്റത്താ അതാ പോന്ന അതാ. ഓ ഒരു മോടുത്തേ എവിടെ പോണ്ടേ? അമ്മ ഞാൻ ഈലോട്ട് പോവാ, അടുക്കളയിലോട്ട് പോണ്ട, ഈലോട്ട് പോവാ. ഈലോട്ട് പോവാ. ഇങ്ങള്ളേ വെള്ളം തുറക്കണ്ടിക്കല അമ്മാഞ്ഞ അകത്തള്ളേ. ഇങ്ങള്ളേ ഇങ്ങ അകത്തള്ളേ. നടക്ക് 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 നടക്ക്. കുചുത്തക്കട്ടെ എന്നാണ്, കുചുത്തം കട്ടെ. ആ ചെരുപ്പുണ്ട്. ഇന്ന് അച്ഛൻ്റെ ഉറക്കം കറക്റ്റ് ആയിപ്പോ. അച്ഛനെ വിളിക്കാൻ പോന്നിയാന്ന്, പൈപ്പ് തുറക്കാൻ വേണ്ടിട്ട്. അതിനാണ് ജാതിയായിട്ട് പോന്നു. നടക്കും എടുത്തു. നീ എടി പോന്നീ വന്നെടുത്ത് തന്നെയാ എടാ. ഇത് അമ്മാച്ചൻ എടിയല്ലേ? ആവൂ എത്ര സമയത്രയായി? സമയത്രയായി? എത്ര മണിയായി? അപ്പം അങ്ങനെ വീട്ടിലെത്തി. ഇപ്പം സമയം ഒരു 6 മണി 6:30 ആയിട്ടുണ്ടാവും. വെളിച്ചെല്ലാം വന്ന്, ഇപ്പോൾ വെളിച്ചം വന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു 5:15 ഉണ്ണിയപ്പം കിടന്നുറങ്ങി. പിന്നെ നമ്മൾ കിടന്നതാ, പക്ഷെ അതും ഉറങ്ങുന്നേ ഇല്ല. കാരണം ട്രെയിനിൽ നിന്ന് ഓൾറെഡി അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് ഒരേ കളിയായി. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ സെറ്റായിട്ടിരിക്കുന്ന. അപ്പോൾ വിചാരിച്ചിനിപ്പം വ്ളോഗ് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. നമുക്കിനി ഇതിൻ്റെ പാർട്ട് 2 അടുത്ത വീഡിയോയിലിടാം. ഇനിയിപ്പോൾ മിന്നു വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം അടുത്ത വ്ളോഗിൽ പറയാം. ബൈ 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 ടാറ്റാ ബൈ 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 പറഞ്ഞേ.